ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ ഒരു രാത്രി ഇങ്ങനെ പോവുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു നീതിയുടെ ഭരണകർത്താക്കൾക്ക് ഒരു റോൾ മോഡലിനെ പരിചയപ്പെടുത്തി തരാ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്തു. രാത്രി മുഴുവനും ഇങ്ങനെ പ്രജകളുടേതായ ക്ഷേമസുഖങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി നടക്കുമായിരുന്നു ഉമർ. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇങ്ങനെ പാതിരാത്രി ഇറങ്ങി നടക്കുകയാണ്. പിന്നാലെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവും കൂടിയത്രേ. ഉമർ റളിയല്ലാഹു തആല ഇനി പ്രജകളുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി രാത്രി ഇറങ്ങി നടന്നു. പിന്നാലെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കൂടി. ഉമർ റളിയല്ലാഹു അൻഹു ഇത് അറിയുന്നില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്ന അവസാനം ഒരു കുടിലിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കുടിലിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. പിന്നാലെ വന്ന ത്വൽഹ റളിയല്ലാഹു തആല ഭയങ്കര സംശയം. ഈ ഉമർ റളിയല്ലാഹു തആല ഇത്രയും മോശപ്പെട്ട ഒരു രീതിയാണോ കാണിക്കുന്നത്? പാതിരാത്രി ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുന്നല്ലോ. ത്വൽഹ റളിയല്ലാഹു തആല അനങ്ങാതെ അതൊക്കെ വീക്ഷിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു കുറെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകുന്നതും കണ്ടു. എന്തായാലും രാവിലെ വരാം, കാര്യമൊന്ന് അന്വേഷിക്കണമല്ലോ. ഇത്രയും മോശമായ ഒരു മനുഷ്യനാണോ ഉമറെന്ന് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊള്ളുക. ഉമർ റളിയല്ലാഹു തആല അൻഹു കുടിലിന്റെ അകത്ത് നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പിന്നാലെയുണ്ട്. പക്ഷേ അത് ഉമർ അറിഞ്ഞിട്ടില്ല. രാവിലെ ആകുമ്പോൾ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. രാത്രി ഏത് വീട്ടിലാണോ ഉമർ റളിയല്ലാഹു തആല അൻഹു കയറിയത്, ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കുകയാണ്. നോക്കുമ്പോൾ ആ വീട്ടിൽ ആരെയും കാണുന്നില്ല. ആരെയാണ് അവിടെ അവസാനമായി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ടതെന്നറിയുമോ? ആ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ടത് ഒരു മാതാവിനെയാണ്. പ്രായമേറെയുള്ള ഒരു മാതാവിനെയാണ് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ടത്. വല്ലാതെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു മനസ്സ് പിടഞ്ഞു പോയി. പനനാരു കൊണ്ടു വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവിരോഗമീനുണ്ടതിൽ. ഒരു പനനാര് കൊണ്ട്, ഒരു പനയുടെ നാര് കൊണ്ടുണ്ടാക്കിയ കട്ടിലില് ഒരു പ്രായമായ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അവർക്ക് വല്ലാതെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. വല്ലാതെ രോഗിയായി കിടക്കുന്ന ഉമ്മയാണ്. ഈ കാഴ്ചയാണ് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പിറ്റേന്ന് രാവിലെ വന്ന കുടിലിന്റെ അകത്തേക്ക് കയറിയപ്പോ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കണ്ട കാഴ്ച. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിച്ചു അത്രേ, ഉമ്മ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഉമ്മ പറയുകയാണ്, മോനെ, എനിക്ക് എല്ലാ ദിവസവും ഒരു സഹായി ഇവിടെ വരും. എൻ്റെ വസ്ത്രങ്ങൾ കഴുകും, എൻ്റെതായ വേസ്റ്റുകൾ, എൻ്റെതായ ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കും, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും, എനിക്ക് ആഹാരവും ചെയ്തു വെച്ച് തരും, എല്ലാ സൗകര്യവും വെച്ച് തരുന്ന എല്ലാ ദിവസവും ഒരു രാത്രി ഒരു പൊന്നുമകൻ വരുമെന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ഉമ്മ പറഞ്ഞപ്പോ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ സമയത്താണ് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ആരാണെന്നറിയുമോ സേവനം ചെയ്തത്? ആ സേവകൻ ആരാണെന്ന് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു അത്രേ. നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. എന്റെ പടച്ചവൻ എനിക്ക് സഹായം തരുന്നുണ്ടെന്ന് ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രായമേറിയ മാതാവ് പറഞ്ഞെങ്കിൽ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാണ്, ഉമ്മ കരയുന്ന കണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടെ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉമ്മ ആ വരുന്ന ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? ഉമ്മ കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. കിസ്റ കൈസർ കോട്ടകളെ കിടിലം കൊള്ളിച്ച ഈ ഉമറിന്റെ പേര് കേട്ടാൽ കിസ്റ കൈസർ കോട്ടകൾ പോലും കിടിലം കൊള്ളുമായിരുന്നു. ആ ഉമറാണ് റിപ്പബ്ലിക്കിന്റെ 2ാം പ്രസിഡന്റായ മഹാനായ ഉമറാണ് ഉമ്മ. ഉമറാണ് ഉമ്മ എന്ന് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയല്ലയോ ഉമർ? ഈ ഉമറിന് പകരം വെക്കാൻ ഇനി ലോകത്തിൽ ഭരണകർത്താവും വരില്ല. അതുകൊണ്ട്